അങ്ങനെ മാത്സ് എക്സാമിന് ഒരുപാട് ദിവസം ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനം മാത്സ് എക്സാം എത്താനായില്ലേ. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചതിന് 10ൽ എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എത്ര മാർക്കാണ് 10ൽ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ മാത്സ് എക്സാമിനുള്ള ഏറ്റവും വലിയ പേടി എന്താണ്? ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട് അല്ലെ, സമവാക്യങ്ങൾ. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും? മറന്നു പോവില്ലേ? എങ്ങനെയാ ഒരൊറ്റയടിക്ക് ഞങ്ങൾ പഠിച്ചെടുക്കുക? ആ ഒരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മൾക്ക് ഈ ഒരു ക്ലാസ് 8 പഠിക്കാനുള്ള എല്ലാ ഇക്വേഷനും ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, വെറുതെ ഇത് കണ്ടിരിക്കുകയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ മിസ് പറയുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോകുന്നതിന്റെ തൊട്ട് മുന്നേ, ഇനി എക്സാം ഹാളിൽ കയറുന്നതിന്റെ തൊട്ട് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രം കയറുക കേട്ടോ. അങ്ങനെയെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് മറന്നുപോയില്ല. ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്നും ഇനിയിപ്പോൾ എത്ര ദിവസമാണോ നിങ്ങൾക്ക് മുന്നിലുള്ളത്, എല്ലാ ദിവസവും ഒന്ന് കിടക്കുന്നതിന്റെ മുന്നേ ഒന്ന് ഈ ഇക്വേഷൻസ് നോക്കുക. ഉറങ്ങി എണീക്കുമ്പോൾ ഒന്ന് ഈ ഇക്വേഷൻസ് നോക്കി നോക്കുക. പിന്നെ മറന്നൊന്നും പോകില്ല. ഇനി ഒരു ഇക്വേഷൻ എന്തായാലും എനിക്ക് മറന്നുപോയി, എങ്ങനെ പഠിച്ചെടുത്താലും മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു ടൈം, നിങ്ങൾ ഈ പഠിക്കുന്ന ഈ ടൈമിന് എന്ത് ചെയ്യുക? നിങ്ങൾ കയ്യിലൊന്ന് എഴുതി വെക്കുക. എനിക്ക് പണ്ട് എൻ്റെ സാറ് പറഞ്ഞത്, എനിക്കൊരു ഇക്വേഷൻ എപ്പോഴും മറന്നു പോകുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ഇക്വേഷൻ എന്ന് ഇപ്പം എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ആ ഇക്വേഷൻ ആ ഒരു ടൈമിൽ എനിക്ക് ചെയ്തത് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ആയിരുന്നു അന്നത്തെ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്താ ചെയ്തത് പറഞ്ഞാൽ സാറ് പറഞ്ഞു എന്നോട് കയ്യിൽ എഴുതി വെക്കാൻ ആ പഠിക്കുന്ന ടൈമിന്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒന്ന് നോക്കൂ, കയ്യിലേക്ക് നോക്കൂ. അപ്പോൾ ഞാൻ നോക്കി അവസാനം ഈ ഇക്വേഷൻ എനിക്ക് എന്തായി? കാണാപ്പാടായി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതോ ഇക്വേഷൻ അത്രയും പ്രശ്നക്കാരനായി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് കയ്യിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ കയ്യിൽ എഴുതി വെച്ച് പോകണമെന്നല്ല കേട്ടോ, അതിന്റെ മുന്നേ പഠിക്കുന്ന സമയത്ത് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. യെസ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ആദ്യത്തെ 1ഉം 2ഉം ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല അല്ലെ, സിമ്പിൾ ചാപ്റ്റർ ഒന്നും പഠിക്കാനില്ല. അങ്ങനെയെങ്കിൽ അടുത്ത 3ാമത്തെ ചാപ്റ്റർ പോളിഗൺ, ബഹുഭുജങ്ങളിലാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? പിന്നെ അടുത്തത് ഇക്വേഷൻ പഠിക്കാനുള്ളത്, അതായത് സമവാക്യങ്ങളാണ് അല്ലെ. അതായത് ഫസ്റ്റ് കോണുകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷന്? കോണുകളുടെ തുക കാണാൻ n-2 × 180 ആണ് അല്ലെ. n-2 × 180 ആണ്. ഇവിടെ n എന്താടാ? ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് നമ്മളുടെ n എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ രണ്ടാമത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ റെഗുലർ പോളിഗണിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ബഹുഭുജങ്ങളെ നമ്മൾ റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജങ്ങൾ എന്ന് പറയും അല്ലെ. ഇതിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇതിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ അതിൽ ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാടാ കിട്ടുക? ഒരു സമബഹുഭുജത്തില്, ഒരു റെഗുലർ പോളിഗണില് ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതാണ് നമ്മളുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മളുടെ 1 ഇന്നർ ആംഗിൾ എത്രയാന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അല്ല, 1 ഇന്നർ ആംഗിൾ അല്ല, 1 ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? 1 ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ് അല്ലെ. നമ്പർ ഓഫ് സൈഡ്സ് ആണ് 360 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, സം ഓഫ് ഔട്ടർ ആംഗിൾ ആണ് 360. പുറം കോണുകളുടെ തുകയാണ് എന്ത്? 360 എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുറം കോണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുറം കോണ് എന്ന് പറയുന്നത് 360 ബൈ വശങ്ങളുടെ എണ്ണമാണ്. ഇനി നമ്മൾ തിരിച്ചും പറയാം കേട്ടോ. നിങ്ങൾക്ക് ഒരു റെഗുലർ പോളിഗണിലെ വശങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 360 ബൈ ഔട്ടർ ആംഗിൾ കണ്ടാൽ മതി, 1 ഔട്ടർ ആംഗിൾ. ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് സൈഡ്സ് ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 360 ഡിവൈഡഡ് ബൈ 1 ഔട്ടർ ആംഗിൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പുറം കോണ് കണ്ടാൽ മതി. ഓക്കെ, സിമ്പിൾ കാര്യം ഇതാണ്. ഈ കാര്യം മാത്രമേ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ? നമ്മളുടെ പോളിഗൺസിൽ നമുക്ക് പഠിച്ചു വെക്കാനുള്ളൂ. ഇതറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുള്ള ഏത് ചോദ്യം വേണമെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് ഐഡന്റിറ്റീസ് വരുന്നുണ്ട്, സർവ്വസമവാക്യങ്ങൾ. ഓക്കെ, ഇതിലും ഉണ്ടാവും 3 ചോദ്യങ്ങൾ, സർവ്വസമവാക്യങ്ങൾ, ഐഡന്റിറ്റീസ് എന്നും ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാ, x+y × u + v എക്സ്പാൻഷൻ ആണ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമ്പർ ആട്ടോ, 1 + 2 × 3 + 4 ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അപ്പോ ഇതെങ്ങനെയാ ചെയ്യാ? സിമ്പിൾ കാര്യമാണ്. x × u ചെയ്യാ, ദാറ്റ് ഈസ് xu. ഇനി x × v ചെയ്യാ, ദാറ്റ് ഈസ് xv. പ്ലസ് ഇനി അടുത്തത് y × u ചെയ്യാ, ദാറ്റ് ഈസ് yu.
പ്ലസ് വൈ ഇൻറ്റു വി ചെയ്യുക, ദാറ്റ് ഇസ് വൈ വി. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കൽ എന്തിന്റെ എക്സ്പാൻഷൻ ആണെന്നറിയോ? ഈ വൈക്കും വിക്കും ഒക്കെ പകരം എന്ത് വരും? 1 1 എന്ന് വരും. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1ന്റെ എക്സ്പാൻഷൻ ആണ് നിങ്ങൾക്ക് എപ്പോഴും ചോദിച്ചു കാണാറ്. അപ്പൊ ഇതെന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. എന്തായിരിക്കും അതെന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, ദെൻ എക്സ് ഇൻറ്റു 1 ദാറ്റ് ഇസ് എക്സ്, ദെൻ എന്താ ചെയ്യേണ്ടത്? 1 ഇൻറ്റു വൈ ദാറ്റ് ഇസ് വൈ. 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഒരു വൈ എന്ന് പറഞ്ഞാൽ വൈ, ദെൻ 1 ഇൻറ്റു 1 ദാറ്റ് ഇസ് 1. ഇതാണ് എക്സ്പാൻഷൻ. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇതിനുള്ള എക്സാമ്പിൾ. ഇത് എന്തായാലും 100% ഷുവർ ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി? ദെൻ അടുത്തത് ഇതിൽ പഠിക്കാനുള്ളത് ചെറിയ 2 എണ്ണം കൂടി പഠിക്കാനുണ്ട്. അതായത് നമുക്ക് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? സിമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ 2xy ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy, അതായത് 2 പ്ലസ് 3 ഹോൾ സ്ക്വയർ ആണ്. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ, ഇനി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മാത്രമല്ല, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറും നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്? ഇതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ പ്ലസിന് പകരം മൈനസ് 2xy ആണ്. ഓക്കെ, മൈനസ് 2xy ആണ്. ഈ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെച്ചോ. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റാൻ പോകാനൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഞാൻ നോക്ക്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഇതെന്താടാ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, ഈ 3 എണ്ണം ഒന്ന് ആലോചിച്ച് വെക്കുക. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എയും ബിയും ഒക്കെ ചോദിക്കലുണ്ട് കേട്ടോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കും. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് ഡാഷ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വൈ സ്ക്വയറിനെ എഴുതണം. അപ്പൊ ഇത് കുറേ ഒന്നുമില്ലല്ലോ, കുറച്ച് ചെറിയ കാര്യങ്ങളാണ്. അതൊന്നും ഓർത്ത് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മളുടെ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കാൻ. ദെൻ നേരെ നമ്മൾ അടുത്തതിൽ ഏതെങ്കിലേക്കാ പോകുന്നത്? മണി മാത്സ് ആണ്, പണവിനിമയാണ് അല്ലെ? പണത്തോണ്ടുള്ള ഒരു കളി തന്നെയാണ്. ഇതിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? ഇതിൽ എത്ര ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്? 2 ടൈപ്പ് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ? 2 ടൈപ്പ് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട് അല്ലെ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PNR/100 ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? 1000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് നമുക്ക് എത്ര രൂപയായിരിക്കും തിരിച്ചു കിട്ടുക? 1000 കിട്ടും, അതിന്റെ കൂടെ നമുക്ക് പലിശയും കിട്ടും അല്ലെ? അതായത് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പിയും കിട്ടും, അതിന്റെ കൂടെ ഐയും കിട്ടും. പി ആരാണ്? നമ്മൾ മുതൽ മുടക്കാണ്. ഓക്കെ, നമ്മളുടെ മുതലാണ്, നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമ്മൾ എത്രയാണോ നിക്ഷേപിച്ചത് അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ കടമെടുത്തത് അവനാണ് പി. എൻ എന്ന് പറഞ്ഞാൽ എത്ര ഇയറിനേക്കാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എൻ. 6 എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർസെന്റേജിൽ ഒരാളെ തന്നിട്ടുണ്ടാവും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? 6 എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ കാര്യമാണ്. എന്താണ്? എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. നേരെ നമ്മൾ എമൗണ്ട് കാണുകയാണ്. എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? P ഇൻറ്റു 100 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു n ആണ്. ഇതിൽ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും മിക്കവാറും P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു n ആയിരിക്കും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നതും കൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇവനെ എടുത്തു. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഈ 2 ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാനുള്ളത്. ഇതിന്റെ കൂടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോ ഒരു കമ്പനിന്റെ പ്രൊഡക്ഷൻ കൂടി എന്ന് പറയാം, ഉൽപാദനം കൂടി. അങ്ങനെയെങ്കിൽ ഉൽപാദനം കൂടുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം അയാളുടെ ഉൽപാദനം എത്രയായിരിക്കും, പ്രൊഡക്ഷൻ എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പൊ കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? കൂടി എന്ന് പറയുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതാണ്? P ഇൻറ്റു R പ്ലസ് 100 ബൈ R ഹോൾ റേസ് ടു n എന്നാണ്. 100 by 100 ഹോൾ റേസ് ടു n. ഈ ഇക്വേഷൻ തന്നെ നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമ്മളോട് പ്രൊഡക്ഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു, അപ്പൊ എന്തായിരിക്കും യൂസ് ചെയ്യുക? P ഇൻറ്റു 100, ഈ പ്ലസിന് പകരം ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, R മൈനസ് 100. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ 100 പ്ലസ് R ആണ് അല്ലെ? യെസ്, 100 പ്ലസ് R ആണ്. ഇവിടെ ആണെങ്കിൽ 100 മൈനസ് R ബൈ 100 ഹോൾ റേസ് ടു n.
ഓക്കെ, ഇവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. കൂടി എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, കുറഞ്ഞു എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. ഇതിൽ പി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, ഈ കൊല്ലത്തെ അയാളുടെ മൊബൈലിന്റെ പ്രൊഡക്ഷൻ 4 ലക്ഷമാണെന്ന് തന്നാൽ എന്താണ് പി? 4 ലക്ഷമാണ്. പിന്നെ ഒരു റേറ്റ് 10% വീതമാണ് കൂടുന്നത്, 10% നിരക്കിലാണ് കൂടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് പറഞ്ഞാൽ 10%ആണ്. എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തിന് ശേഷമുള്ള ഉൽപാദനമാണോ ചോദിച്ചു, ഒരു വർഷം തന്നിട്ടുണ്ടാവും, അവനാണ് എന്ന്. ഓക്കെ, ഇത്രയും മാത്രമേ എന്തിൽ പഠിക്കാനുള്ളൂ? മണി മാത്സിൽ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടതുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻ തന്നെ. ഇതിൽ ചെറിയൊരു പൊടിമായ ഇട്ടിട്ടാണ് അപ്പുറത്തെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ 2 ഇക്വേഷനാണ് നിങ്ങൾ മെയിൻലി ഓർത്ത് വെക്കേണ്ട. സിമ്പിൾ കാര്യല്ലേ, അടിപൊളി കാര്യല്ലേ? അങ്ങനെയെങ്കിൽ നോക്ക് അടുത്തത്, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജ പരപ്പ്. സിമ്പിൾ കാര്യമാണ്, കുറഞ്ഞ ഇക്വേഷൻ മാത്രമേ ഇതിലും പഠിക്കാനുള്ളൂ. അതായത് ചതുർഭുജ പരപ്പിൽ നിന്ന് ചതുർഭുജ പരപ്പിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, എവിടെ പാരലലോഗ്രാം? ഒരു പാരലലോഗ്രാം വരച്ചു. ഈ പാരലലോഗ്രാമിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കടാ? BH ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഇവനാണ് ഞാൻ ബേസ് ആയിട്ട് എടുക്കുന്നത്, ഇവനാണെന്ന് വെച്ചോ. നോക്ക്, ഇവനാണ് ബേസ് എന്ന് വെച്ചോ. ദെൻ ഹൈറ്റ് ആരായിരിക്കും? ഇവിടുന്ന് ഓപ്പോസിറ്റിലേക്കുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ആണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇവനാണ് ബേസ് ആക്കി എടുക്കുന്നതെങ്കിൽ ആരായിരിക്കും ഹൈറ്റ്? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും. സിമ്പിൾ കാര്യല്ലേ? ദെൻ ഏരിയ ഓഫ് പാരലലോഗ്രാം ആണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. പാരലലോഗ്രാം കഴിഞ്ഞാൽ ആരുണ്ട്? നമുക്ക് റോംബസ് ഉണ്ട് അല്ലെ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള റോംബസ് ഉണ്ട്. റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാനും സിമ്പിൾ കാര്യമാണ്. അതായത് നമ്മൾ ഇതിന് 2 വികരണങ്ങൾ വരയ്ക്കുന്നു. 2 വികരണങ്ങൾ വരയ്ക്കുന്നു. ഒന്നിന്റെ നീളം എന്താണ്? D1 ആണ്, ഒന്നിന്റെ നീളം D2 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് D1 D2 ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ വികരണത്തിന്റെ നീളം ഇൻറ്റു രണ്ടാമത്തെ വികരണത്തിന്റെ നീളം. ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞ ഒരാളായിരുന്നു സ്ക്വയർ. റോംബസിന് ഒരു എക്സാമ്പിൾ ആണ് സ്ക്വയർ അല്ലെ? റോംബസിന്റെ എല്ലാ പ്രത്യേകതകളും എന്തിനുണ്ട്? നമ്മളുടെ സ്വന്തം സ്ക്വയറിനുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സൈഡ് ഇൻറ്റു സൈഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ മറ്റൊരു ഇക്വേഷൻ കൂടി പഠിച്ചു. എന്ത്? ഇവിടെയുള്ള വികരണങ്ങൾ എന്താണ്? തുല്യാണ് അല്ലെ? ഇവിടെ ഇത് D ആണെങ്കിൽ ഇവനും D ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോംബസിന്റെ ഏരിയ തന്നെ ഹാഫ് D ഇൻറ്റു D. ഇതിന്റെ രണ്ടും ഡയഗണൽസ് ഈക്വൽ ആയതുകൊണ്ട് മിസ് D1 D2 എന്ന് എടുക്കുന്നില്ല, പകരം എന്ത് എടുത്താൽ മതി? D എന്ന് എടുത്താൽ മതി. ഹാഫ് D ഇൻറ്റു D, അതായത് ഹാഫ് D² ആണ്. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കാനുള്ള 3 ആളിവന്മാരാണ്. പാരലലോഗ്രാം ഹാഫ് BH ആണ്, ദെൻ നമ്മളുടെ റോംബസ് ഹാഫ് D1 D2 ആണ്, ദെൻ സ്ക്വയർ ഹാഫ് D² ആണ്. സിമ്പിൾ. ഇനി അടുത്ത് നമ്മൾ പോകുന്ന ആരയിലേക്കാണെന്നറിയോ? അടുത്ത് നമ്മൾ പോകുന്നത് ട്രപ്പീസിയത്തിലേക്കാണ്. ഓക്കെ, ട്രപ്പീസിയം. ഒരു ട്രപ്പീസിയം വരയ്ക്കാം. ഇവൻ ട്രപ്പീസിയം ആണ് അല്ലെ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ അല്ലെ? ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇവന്മാർ രണ്ടാളും മാത്രമേ പാരലൽ ആയിട്ടുള്ളൂ. അതായത് ഒന്നിന്റെ നീളം എയും രണ്ടാമത്തെ നീളം ബി എടുത്തു. പാരലൽ സൈഡ്സിൽ ഒന്നിന്റെ നീളം എ എടുത്തു, മറ്റേതിന്റെ നീളം ബി എടുത്തു. ആൻഡ് ഇവർ രണ്ടാളും തമ്മിലുള്ള ഹൈറ്റ് എച്ചും ആക്കി എടുത്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് H ഇൻറ്റു A പ്ലസ് ബി ആണ്. ഹാഫ് H ഇൻറ്റു A പ്ലസ് ബി ആണ്. സിമ്പിൾ അല്ലേ? ഇനി ലാസ്റ്റ് വൺ ഇതാണ്. നോക്ക്, അവസാനമായിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഇക്വേഷൻ ഒന്നും ഇല്ല കേട്ടോ. റേഷ്യോയിലായാലും സ്റ്റാറ്റിസ്റ്റിക്സിലായാലും ഒന്നും ഇക്വേഷൻ ഇല്ല. അവസാനമായിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു പ്രത്യേകതയില്ലാത്ത ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു. ഇവന് കാര്യമായിട്ടുള്ള പ്രത്യേകത ഒന്നുമില്ല. ഇവന്മാർക്കൊക്കെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു അല്ലെ? ഇവന് കാര്യമായിട്ട് ഒരു പ്രത്യേകതയില്ലാത്ത ഒരു എന്ത് തന്നു? ക്വാഡ്രിലാറ്ററൽ തന്നു. അങ്ങനെയെങ്കിൽ ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമാണ്. നമ്മൾ എന്ത് വരച്ചു? ഇതിനൊരു ഡയഗണൽ വരച്ചു. ഈ ഡയഗണലിന്റെ നീളം എന്താണ്? D ആക്കി എടുത്തു. ഓക്കെ, ഈ ഡയഗണലിന് മുകളിലുള്ള ഈ ഡയഗണലിൽ നിന്നും മുകളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് H1 ആണ്. ഓക്കെ, ഇനി താഴോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H2 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് D ഇൻറ്റു H1 പ്ലസ് H2 ആണ്.
സിമ്പിൾ കാര്യം. അപ്പൊ ഇത്ര മാത്രമേ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളൂ, 8ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് പഠിക്കാനുള്ളൂ, നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ച് ചെയ്യേണ്ടതാണ്. ഇത് മാത്രമാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. സിമ്പിൾ കാര്യമല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ഇതിന്റെ മിസ്സിന്റെ ഈ വീഡിയോ കാണുന്നതോടുകൂടി ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് എല്ലാ ദിവസവും രാവിലെ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, കുറേ ദിവസം ഒന്നും നമ്മുടെ മുന്നിലില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഉള്ള ദിവസം നോക്കി നോക്കുക, ജസ്റ്റ് നോക്കി നോക്കുക. അപ്പൊ നമുക്ക് എന്തായാലും തറവായിക്കോളും, നമുക്ക് മനസ്സിലേക്ക് കയറിക്കോളും. ഓക്കെ സെറ്റ്. അപ്പൊ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ അല്ലേ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും ഇതിന്റെ ഒക്കെ നോട്ട്സ് ഉണ്ടാവുക, അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ബൈ.